ഓപ്പറേഷൻ ഹരിത കവചിൽ റവന്യൂ വകുപ്പിൽ വൻ ക്രമക്കേട് കണ്ടെത്തി. വിജിലൻസ് RD ഓഫീസുകളിലും സബ് ഡിവിഷൻ ഓഫീസുകളിലും നടക്കുന്നത് വൻ അഴിമതി. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും വ്യാപകമായി ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തണ്ണീർത്തടങ്ങളിൽ മണ്ണിട്ട് നികത്തി തരം മാറ്റുന്നതായും വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, അങ്ങനെയാണെങ്കിൽ വ്യാപക ക്രമക്കേടാണ് ഇത്. ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമാണോ അതോ സംസ്ഥാന വ്യാപകമായിട്ടാണോ ഈ തട്ടിപ്പ്? ആര്യ, വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ സംസ്ഥാനത്തെ 69 റവന്യൂ ഓഫീസുകളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. RDO ഓഫീസുകളിലും ഒപ്പം തന്നെ സബ് ഡിവിഷണൽ ഓഫീസുകളിലുമായിരുന്നു ഓപ്പറേഷൻ ഹരിത കവചം എന്ന പേരിലുള്ള റെയ്ഡ് നടത്തിയത്. 2023 മുതൽ ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കുന്നതിനും തരം മാറ്റുന്നതിനുമായി ലഭിച്ച അപേക്ഷകളുടെ ഫയലുകളാണ് പരിശോധിച്ചത്. ഇതിൽ സംസ്ഥാന വ്യാപകമായി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ വ്യാപകമായി സംസ്ഥാനത്തെ റവന്യൂ ഓഫീസുകളിൽ അഴിമതിയും കൈക്കൂലി ഇടപാട് നടക്കുന്നതായിട്ടും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ നെൽത്തടങ്ങളും ഒപ്പം തന്നെ തണ്ണീർത്തടങ്ങളും നികത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഇടപാടുകളാണ്. അതിനുവേണ്ടി പ്രത്യേക ഏജൻസികൾ മാഫിയ രൂപത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഈ തണ്ണീർത്തടവും നെൽവയലും നികത്താൻ വേണ്ടി ഡേറ്റാ ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇത് നീക്കം ചെയ്തു കൊടുക്കുന്നതാണ് ഈ ക്രമക്കേടിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം നടപടികൾക്കായി വലിയ തോതിൽ കൈക്കൂലി വാങ്ങിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മൂവാറ്റുപുഴ RD ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ തരം മാറ്റൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയിൽ നിന്ന് 4,59,000 രൂപ ഗൂഗിൾ പേ വഴി വാങ്ങിയിട്ടുണ്ട്. അത് കൈക്കൂലിയായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ ഓഫീസിലെ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ ഗൂഗിൾ പേ വഴി സംശയാസ്പദമായ നിലയിൽ 11,69,000 രൂപയും വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ വ്യാപകമായ ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലും ഈ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ വ്യാപകമായി ഈ ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടക്കുന്നതായിട്ടാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം പറഞ്ഞിരിക്കുന്നത്. ശരി.